ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ് ദ റൈറ്റ് ഗൈഡൻസ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ അപ്കമിങ് എക്സാംസ് 2026 എന്ന് പറയുന്നത് നമ്മളുടെ എക്സാമുകളുടെ ഒരു വമ്പൻ നിരയാണ് വരാൻ പോകുന്നത്. അപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ തന്നെ ഒരുപാട് പേര് അതിനുവേണ്ടി പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാകാം. പഠിച്ചു തുടങ്ങാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങാം. മിസ് എപ്പോഴും പറയുന്നതാണ് നിങ്ങളുടെ അടുത്ത്, നമ്മൾ എത്രയോ പെട്ടെന്ന് നമ്മൾ പഠിക്കുന്ന അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പെട്ടെന്ന് തന്നെ ജോലി ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ 2026 തന്നെ ഒരുപാട് എക്സാംസ് ആണ് നമുക്ക് വരുന്നത്. ഇപ്പോൾ 10th ലെവൽ ആയിക്കോട്ടെ, അതുപോലെ +2 ലെവൽ ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ എക്സാം ആയിക്കോട്ടെ, ഒരുപാട് എക്സാംസ് നമുക്ക് വരുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല രീതിയിൽ പഠിക്കുന്നവർക്ക് നല്ല രീതിയിൽ നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു വർഷമാണ് 2026 എന്ന് പറയുന്നത്. ഇപ്പൊ ഈ പറയുന്ന പോലെ നമുക്ക് ഈ ഒരു 2025 ലാസ്റ്റോടുകൂടി തന്നെ നമുക്ക് എന്താണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഡിഗ്രി ലെവൽ എക്സാംസ് ഒരു മിക്കതും വിളിച്ചു കഴിഞ്ഞു. ഇപ്പൊ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഉൾപ്പെടെ സബ് ഇൻസ്പെക്ടർ അല്ലെ, ആംഡ് ഫോഴ്സ് ഇതെല്ലാം വിളിച്ചു കഴിഞ്ഞു. ഇനി നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന VFAയും കൂടി വരികയാണ് ഈ മാസം. ഒരു മിഡിലോട് കൂടി നമുക്ക് അതിന് നോട്ടിഫിക്കേഷനോട് വരികയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. നമ്മളപ്പോൾ ഈ പറഞ്ഞ പോലെ വിജ്ഞാപനം വരുന്നതും എത്രയാണ് നമ്മുടെ വാക്കൻസീസ് വരുന്നതും ഇതെല്ലാം നമ്മൾ സ്ഥിരമായി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ 2026 ഏതൊക്കെ എക്സാംസ് ആണ് നമുക്ക് നടക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ മിസ് ഇപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യമേ നോക്കാം. ഫസ്റ്റ് നമുക്ക് നോക്കാൻ പോകുന്നത് നമ്മുടെ 10th അല്ലെങ്കിൽ 7th ലെവൽ എക്സാം ആണ്. നമുക്കറിയാം നമ്മുടെ കമ്പനി ബോർഡ് LGS, നമുക്ക് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വന്നു കഴിഞ്ഞു. അതിനുശേഷമാണ് കമ്പനി ബോർഡ് LGS വിളിച്ചിരുന്നത് അല്ലെ. അപ്പോൾ LGS എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, 7 നമ്മളുടെ ക്വാളിഫിക്കേഷൻ വരുന്നത്. അതായത് 7th ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാവർക്കും തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇതെന്താണ്, ഒരു സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. എന്നിരുന്നാൽ പോലും നല്ല രീതിയിൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത് എല്ലാവരും തന്നെ നോക്കാതെ, അതായത് കണ്ണും പൂട്ടി അപ്ലൈ ചെയ്യുന്ന ഒരു മേഖലയാണ് കമ്പനി ബോർഡിൻ്റെത്. അതെന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും കൂടുതൽ വാക്കൻസീസ് വരുന്നുണ്ട്. ഒരു 3000-ലധികം നമുക്ക് വാക്കൻസീസ് വരുന്നുണ്ട്. അതുപോലെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണെങ്കിൽ 4000-ലധികം നമുക്ക് വാക്കൻസീസ് വരുന്നുണ്ട്. ഇത്രയും പേർക്ക് ആ ഒരു ഇതിൽ മേഖല നമുക്ക് ജോലി കിട്ടുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. നമുക്കത് ഒരിക്കലും തള്ളി നിൽക്കാൻ പോലും പറ്റില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പനി ബോർഡ് LGSന് അപ്ലൈ ചെയ്ത എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കാനും കൂടി ശ്രമിക്കാം. അടുത്ത നമ്മളുടെ VFA ആണ്. നമുക്ക് ഈ പറയുന്ന ഡിസംബർ ഒരു പകുതിയോട് കൂടി തന്നെ നമുക്ക് വരികയാണ്, നമുക്ക് നോട്ടിഫിക്കേഷൻ വരികയാണ് അല്ലെ. അത് നമുക്ക് 10th ലെവലാണ് നമ്മളുടെ ഇതേ വരുന്നത്. അതുപോലെ ബെപ്കോ LDC വരുന്നുണ്ട്. 10th ലെവൽ എക്സാം ആണ് അത് രണ്ടും വരുന്നത്. പിന്നെ നമുക്ക് ദേവസ്വം ബോർഡ് എക്സാമുകളൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് അതിന്റെ കൂടെ തന്നെ അതേ കൂടെ തന്നെ നമുക്ക് വന്നു പോകുന്നതാണ് ദേവസ്വം ബോർഡിന്റെ നമുക്ക് എക്സാംസും കാര്യങ്ങളും. ഇതിൽ മെയിൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ കമ്പനി ബോർഡ് LGS ആണെങ്കിലും VFA ആണെങ്കിലും ബെപ്കോ LDC ആണെങ്കിലും ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, സിലബസ് ഒക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ് വരുന്നത് അല്ലെ. ഇപ്പൊ ദേവസ്വം ബോർഡിനെ ആകുമ്പോൾ നമുക്ക് കുറച്ച് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ നമുക്കിപ്പം എന്താണ് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി വരാനും സാധ്യതയുണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരുപോലെ തന്നെയാണ് നമുക്ക് വരുന്നത്. എന്നാൽ കമ്പനി ബോർഡ് LGS ആയിക്കോട്ടെ, VFA ആയിക്കോട്ടെ, ബെപ്കോ LDC ആയിക്കോട്ടെ, ഏകദേശം സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയില്ല. ചിലപ്പോൾ പ്രിലിംസ് മാത്രമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രിലിംസും മെയിൻസും ഉണ്ടാകാം. എന്തായാലും നമുക്കത് പറയാൻ, നമുക്കൊരു പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എന്നിരുന്നാലും നമുക്ക് പ്രിലിംസ് മാത്രമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് അല്ലേ. നമുക്ക് ഒരു എക്സാം മാത്രം എഴുതി നമുക്ക് പാസ്സാകാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ല കാര്യമാണ്. അറിയില്ല, ചിലപ്പോൾ രണ്ടും രണ്ടായിട്ടാണ് നടത്താനാണ് സാധ്യത. എന്നിരുന്നാൽ പോലും ഈ പറഞ്ഞ പോലെ VFA ആയിക്കോട്ടെ, കമ്പനി ബോർഡ് LDC ആയിക്കോട്ടെ അല്ലെ, ഇതിനെല്ലാത്തിനും ഏകദേശം ഒരേ സിലബസും പാറ്റേൺ ആണ് വരുന്നത്. അപ്പോൾ 10th അല്ലെങ്കിൽ 7th കഴിഞ്ഞവർ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട ഒരു മേഖലയാണ് നമ്മുടെ കമ്പനി ബോർഡ് LGSഉം അതുപോലെ VFAയും ബെപ്കോ LDC എന്ന് പറഞ്ഞാൽ 10th ലെവലാണ്. നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു പോസ്റ്റിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് നമ്മുടെ 12th ലെവൽ ഫോഴ്സ് എക്സാം ആണ്. നമുക്കറിയാം നമ്മളുടെ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ വരുന്നുണ്ട്, അതുപോലെ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ. ഇപ്പൊ നമുക്കറിയാമെന്നല്ലേ, ഈ പറയുന്ന നമുക്ക് ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 24-ാം തീയതി ജാനുവരി 24-ാം തീയതിയാണ് ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസറിന്റെ എക്സാം വരുന്നത്. എന്ന് വിളിച്ചതായിരുന്നു ഈ പറഞ്ഞ പോലെ 2-3 മാസം മുന്നെയാണ് നമുക്ക് അതിന്റെ നോട്ടിഫിക്കേഷനും നമുക്ക് എന്താണ് ഈ പറയുന്ന കൺഫർമേഷൻ കഴിഞ്ഞ മാസമായിരുന്നു അല്ലെ നമുക്ക് വന്നിരുന്നത്. അത് നോക്കുമ്പോൾ തന്നെ അറിയാം, ഈ ഒരു 3 മാസം കാലയളവിൽ തന്നെ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ വന്നു. അത് കഴിഞ്ഞൊരു 3 മാസം കാലയളവിൽ നമുക്ക് എന്താണ് കൺഫർമേഷൻ ഡേറ്റ് വന്നു. ഈ ഒരു 3 മാസത്തെ കാലയളവിലാണ് ജാനുവരി 24-ാം തീയതി നമുക്ക് എക്സാം വരുന്നത്. അപ്പൊ PSC ഇനി ഒരിക്കലും നമുക്ക് എന്താണ് സ്ലോ ആയിട്ടായിരിക്കും പോവാം, എല്ലാത്തിനും നല്ല രീതിയിൽ നല്ല സ്പീഡിലായിരിക്കും പോകുന്നത്. അപ്പൊ മിസ് പറയുന്നത് അതാണ്, ഇനി ഒട്ടും സമയം കളയാനില്ല. PSC പെട്ടെന്നാണ് ഓരോ
നോട്ടിഫിക്കേഷൻ വിടുന്നതും നമുക്ക് ഓരോന്നിലേക്കും വിളിക്കുന്നതും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു നല്ല രീതിയിൽ തന്നെ അവർ നമ്മൾക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ തരുമ്പോൾ തുടങ്ങി നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഇതെല്ലാം നമ്മുടെ ഫോഴ്സിൽ വരുന്ന എക്സാം ആണ്. ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ ഫയർമാൻ വരുന്നുണ്ട്, പിന്നെ ഡ്രൈവർ, ആ ഒരു ഇത് മേഖലയിലുള്ള കുറച്ച് ഇതുകൂടി വരുന്നുണ്ട്. പിന്നെ നമ്മളുടെ സിവിൽ പോലീസ് ഓഫീസർ, വുമൺ സിവിൽ പോലീസ് ഓഫീസർ, അതുപോലെ നമ്മുടെ CEO, WCO അല്ലെ, ഇതെല്ലാം നമ്മുടെ ഇതിൽ വരുന്നതാണ്. നമ്മുടെ +2 ലെവൽ ഫോഴ്സ് എക്സാംസിൽ വരുന്നതാണ് ഇതെല്ലാം തന്നെ നല്ല ഒരു എന്താ പറയാ, ഇതിനെല്ലാത്തിനും തന്നെയാണെങ്കിലും ഇപ്പോൾ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസറിനാണെങ്കിൽ നമുക്ക് അറിയില്ല, എന്നാൽ ഇപ്പോൾ ഒരു എക്സാം ആണ് നമുക്ക് 24th നമുക്ക് വരുന്നത്. ഇതുപോലെ തന്നെ ബാക്കി എല്ലാ ഫോഴ്സ് എക്സാമിനാണെന്നുണ്ടെങ്കിലും സെയിം ആയിട്ട് വരുന്ന ഒരേ സിലബസ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ ഇപ്പോൾ ഈ കഴിഞ്ഞ മാസമാണ് നമുക്കിപ്പം ഈ പറഞ്ഞ 3-ാം തീയതി ആയിരുന്നു അല്ലേ നമുക്ക് ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുണ്ടായിരുന്നത്. അപ്പൊ അതും കഴിഞ്ഞു ഏകദേശം. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ചിലപ്പം ഈ ഒരു ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ കഴിഞ്ഞ് നമുക്ക് ഈ പറയുന്ന ബാക്കി നമുക്ക് എല്ലാ എക്സാംസും ഇനി അടുത്തടുത്ത് നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒട്ടും ടൈം കളയാനില്ല. +2 ലെവൽ നമ്മുടെ +2 ക്വാളിഫിക്കേഷൻ ഉള്ള എല്ലാവരും തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാംസ് ആണ്. ഇപ്പൊ നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക ഇത് നോക്കിക്കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു ഡിഗ്രി ലെവലാണ് എല്ലാവരും തന്നെ. അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 7 എക്സാംസ് ആണ് നമ്മുടെ മുന്നിൽ വരുന്നത്. നോക്കിയേ, SBCID, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ, ജയിലർ, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ്, അതുപോലെ എക്സൈസ് ഇൻസ്പെക്ടർ. ഈ പറയുന്ന 7 എണ്ണമാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വന്നത്. അതിന്റെ കൂടെ തന്നെ ജയിലറും സബ് ഇൻസ്പെക്ടറും ആർമഡ് ഫോഴ്സും എല്ലാം വന്നു. എല്ലാത്തിന്റെയും നമ്മളുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി ആയിരുന്നു. ഇനി അങ്ങ് ബാക്കോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ SBCID തുടങ്ങിയിട്ട് നമുക്ക് എല്ലാ നോട്ടിഫിക്കേഷനും വരുമ്പോഴാണെങ്കിൽ നമുക്ക് എന്താണ്, ഡിഗ്രി ലെവലാണ്. ഈ ഒരു 7 എക്സാം നമുക്ക് ഒറ്റ പ്രിലിംസ് ആണ് വരുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ അത്രയും നല്ല രീതിയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ 7 ലിസ്റ്റിൽ നമുക്ക് വരാൻ വേണ്ടി പറ്റും. എന്തായാലും ഇത് നമുക്കറിയാം, നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാം ആയതുകൊണ്ട് അതിന് മെയിൻസിന്റെ ഒരു എക്സാം ഉണ്ടാവും. നമുക്കിതിൽ എന്തായാലും സ്പെഷ്യൽ ടോപ്പിക്കും ഉണ്ടാകും. പ്രിലിംസിൽ നമ്മൾ ഇതിനെല്ലാത്തിനും നമുക്ക് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രം നമ്മൾ എക്സ്ട്രാ പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഏതാണോ നിങ്ങളുടെ ഇഷ്ടം, ഏത് ജോലി ചെയ്യാനാണോ നിങ്ങളുടെ ഇഷ്ടം, അതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ചോയ്സ് ആണ് ഏത് ജോലി വേണം എന്നുള്ളത്. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പരിശ്രമിക്കാണ്ട് ശ്രമിക്കാം. ഇതിൽ മിസ്സിൽ ഒരു കാര്യം മാത്രമേ എന്ന് വെച്ചാൽ SBCIDക്ക് നമ്മളുടെ അടുത്ത വർഷം പകുതിയോടുകൂടി അടുത്ത റാങ്ക് ലിസ്റ്റ് വരേണ്ടതാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചു ചിലപ്പോൾ SBCID ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച്, ഫെബ്രുവരി ഇതിൽ ഉണ്ടാവുമായിരിക്കും നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചു. എക്സാമും പ്രിലിംസ് വരാൻ സാധ്യത, കാരണം കുറച്ചായല്ലോ SBCID ഒക്കെ നമുക്ക് വിളിച്ചു കഴിഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഫെബ്രുവരി ഉണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷെ എന്താണ്, നമ്മളുടെ ഈ പറയുന്ന പോലെ കലണ്ടർ വന്നപ്പോൾ ഫെബ്രുവരിയിലും എക്സാം ഇല്ല. ഇനി നമുക്ക് അറിയില്ല, മാർച്ച് ആക്കാം, നമ്മളുടെ ഇനി ഇലക്ഷന്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു പ്രഡിക്ഷനും ചെയ്യാൻ പറ്റില്ല ഇതില്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ SBCIDക്ക് മാത്രമായിട്ട് നമ്മളുടെ പ്രിലിംസ് വരാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ എന്തായിരിക്കാം, ചിലപ്പോൾ ഇത് എല്ലാത്തിനും കൂടി ഒറ്റ പ്രിലിംസ് വരാനും സാധ്യതയുണ്ട്. ഇപ്പൊ ഇക്കൂട്ടത്തിൽ മെയിൻ ആയിട്ട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, ഇതെല്ലാം നമ്മുടെ ഡിഗ്രിയുടെ എക്സാം ആണ്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ 4000-ലധികം നമ്മളുടെ അഡ്വൈസ് പോകുന്നതാണ്. മറ്റുള്ളതൊക്കെ നമുക്കറിയാം വാക്കൻസീസ് കുറവാണ്. ഇപ്പൊ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണെങ്കിൽ ഈ പ്രാവശ്യം നമുക്ക് പോകുമ്പോൾ ഒരു 300-നടുത്താണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അഡ്വൈസ് പോയിരിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ തവണ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇപ്പോഴത്തെ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നു, അപ്ലൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇപ്പൊ നമ്മളുടെ ഈ പറയുന്ന ഡിസംബർ 31-ാം തീയതി വരെയാണ് നമുക്ക് ലാസ്റ്റ് ഡേറ്റ് വന്നിരിക്കുന്നത്. അപ്പൊ അപ്ലൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം. പിന്നീട് വെച്ച് കഴിഞ്ഞാൽ മറന്നു പോകും. അതുകൊണ്ടാണ് പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറയുന്നത് കേട്ടോ. ഇപ്പൊ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിക്കോട്ടെ, ഇത് എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ, നല്ല പോസ്റ്റ് ആണ്. നമ്മൾ എന്തിനാണ് ജോലി ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താണ്, നല്ല സാലറി, അതുപോലെ നല്ല ഒരു എന്താണ് ഒരു കംഫർട്ട് സോൺ നോക്കിയാണ് നമ്മളെല്ലാവരും ഈ എക്സാമിന് എല്ലാത്തിനും നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അല്ലേ. ഇത് അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, പഠിക്കണം. പഠിച്ച് വേണം നമ്മൾ എന്തായാലും എന്ത് ചെയ്യാനായിട്ട് ഈ ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട്. നമ്മുടെ ലൈഫ് സെറ്റ് ആകണം, അതുപോലെ നമുക്ക് നല്ല സാലറി വേണം, ഒരു കംഫർട്ട് സോൺ വേണം അല്ലേ. ഈ പറയുന്നത് ഇത്രയും നല്ലൊരു ഡിഗ്രി ലെവൽ എക്സാംസ് നമുക്ക് അറ്റൻഡ് ചെയ്ത് നമ്മളൊരു നല്ല പൊസിഷൻ ഇരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്സാര കാര്യമല്ല. പിന്നെ നമ്മുടെ ലൈഫ് ലോങ് നമ്മൾ എന്താണ് സെറ്റാണ്. പിന്നെ നമുക്ക് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആകെ നമ്മൾ ആലോചിച്ച് നമ്മൾ ആ പഠിച്ച സമയം അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ കൊടുത്ത എത്രയാണ് നമ്മൾ അതിന് കൊടുത്ത ആ ഒരു പ്രീഷ്യസ് മൊമെന്റ് എത്രയാണെന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുക. അത് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ആ ഒരു നമുക്ക് നമ്മളതിനെ കുറിച്ച് എന്താണ് ഒരു അഭിമാനം ഉണ്ടാവും. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക.
ഇതാണ് നമ്മുടെ 10th അതുപോലെ 7th 10th +2 അതുപോലെ ഡിഗ്രി ലെവൽ എക്സാമിന്റെ കാര്യം മിസ് പറഞ്ഞത്. അപ്പോൾ 2026 ഈ പറയുന്ന പോലെ തന്നെ എല്ലാവരും എന്തായിരിക്കണം, നല്ല രീതിയിൽ പഠിച്ച് എല്ലാവരും ജോലി നേടേണ്ട ഒരു ആവശ്യമുണ്ട് എന്നുള്ളത് ഓർക്കുക. നല്ല രീതിയിൽ 2026 എന്ന് പറയുന്നത് നമ്മുടെ വർഷമാണെന്നും കൂടി നിങ്ങൾ എന്തായാലും മനസ്സിൽ വെച്ചേക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് മിന്റ് PSC എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രിലിംസും മെയിൻസ് ഡിഗ്രി ലെവൽ ഫോക്കസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഡിഗ്രി ലെവൽ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരള PSCയുടെ ഒറ്റ ബാച്ച് വരുന്നുണ്ട്. സ്പെഷ്യൽ ടോപ്പിക്കും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ, ആംഡ് ഫോഴ്സ് SI, ജയിലർ, സൂപ്പർവൈസർ, എല്ലാ കോഴ്സ് എല്ലാ എക്സാംസിനും വേണ്ടിയിട്ട് നമ്മൾ ഒറ്റ ബാച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാവരും താല്പര്യമുള്ള എല്ലാവരും തന്നെ എന്ത് ചെയ്യുക, ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ RH005 എന്ന് പറയുന്ന കോഡ് യൂസ് ചെയ്യാം. ഈ പറയുന്ന പോലെ എന്താണ്, നമ്മുടെ ക്ലാസ് നമുക്ക് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെയാണ് ക്ലാസ് വരുന്നത്. നമ്മളുടെ റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും, ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും, അതുപോലെ മോക്ക് ടെസ്റ്റ് ഉണ്ടാവും, നിങ്ങൾക്ക് മെന്റർഷിപ്പ് ഉണ്ടാകും. എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു ടൈം ടേബിളോട് കൂടി തന്നെയാണ് നമ്മൾ നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, എല്ലാവരും ഇതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ VFയുടെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് കോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്ലേ സ്റ്റോറിൽ മിന്റ് PSC എന്ന് പറയുന്ന നമ്മളുടെ പ്ലേ സ്റ്റോറിൽ നമുക്ക് ആപ്പ് ഉണ്ട്. ആപ്പിൽ കയറി നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പർച്ചേസും കൂടി ചെയ്യാവുന്നതാണ്. അപ്പൊ RH005 എന്ന കോഡ് നിങ്ങൾ മറക്കരുത്. അത് വെച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ എല്ലാവരോടും മിസ് ഒന്നും കൂടി പറയുകയാണെങ്കിൽ ഓൾ ദി ബെസ്റ്റ്. 2026 നമ്മുടെ വർഷമാണെന്ന് ഓർത്ത് തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും ജോലി കിട്ടട്ടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു ആൾ.